ജലീലത്ത, എന്താണ് സ്നേഹിതനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താണ്. സ്നേഹിത, ഇതാണ് നമ്മുടെ സ്നേഹിതന്റെ കെട്ടിടം. ആനക്കയം പാണായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്നേഹിത ഉള്ളത്. സ്നേഹിത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭിന്നശേഷിക്കാരായ 18 വയസ്സിന് മുകളിലുള്ള മാനസിക വൈകല്യമുള്ള പെൺകുട്ടികളുടെ ഒരു സ്ഥാപനമാണ് സ്നേഹിത. അതായത് ഇപ്പം അത് പകൽ പരിപാലന കേന്ദ്രം, അതായത് ഡേ കെയർ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 7 വർഷമായി നമ്മുടെ സ്നേഹിത തുടങ്ങുന്ന സമയത്ത് 7 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇപ്പം നമുക്ക് 26 കുട്ടികളുണ്ട്. മെയിൻ റോഡിന്റെ, അതായത് മലപ്പുറം മഞ്ചേരി റോഡിന്റെ മെയിൻ ഓരത്ത് തന്നെയാണ് നമ്മുടെ സ്നേഹിത ഉള്ളത്. ഇത് നമുക്ക് നമ്മുടെ മക്കളുടെ സൗകര്യാർത്ഥം ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ ഇതുവരെ 7 വർഷത്തോളം സ്നേഹിത ഒരുപാട് ആളുകളുടെ സപ്പോർട്ടോടു കൂടിയും പിന്തുണയോടു കൂടിയും തന്നെയാണ് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് വേണ്ടത് ആ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ സ്നേഹിതക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സ്നേഹിത എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ, അത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ എന്താണോ അത് ഞങ്ങൾക്ക് തരിക എന്നുള്ളത്. ഈ സമൂഹത്തിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ കാലം മുന്നേ തൊട്ട് തന്നെ ഒരുപാട് ബുദ്ധിവൈകല്യമുള്ളവരും അംഗവൈകല്യമുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് മക്കള്, ഈ ലോകം എന്താണെന്നറിയാതെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. ഇനി നമ്മുടെ കൂടെയുള്ള മക്കളെയും ഇനി നമുക്ക് ഈ മക്കളുടെ ശേഷം വരാനിരിക്കുന്ന മക്കൾക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം, ഒരു വഴി നമ്മൾ ഉണ്ടാക്കുന്നില്ലത്. അതായത് ഭൂമിയിലെ ഒരു സ്വർഗം, അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ. അവർക്ക് വേണ്ടി ജനിച്ചു വീഴുന്ന ഭിന്നശേഷിക്കാരനായ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ബുദ്ധി വൈകല്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകല്യത്തിന്റെ പേരിലോ രക്ഷിതാക്കൾക്ക് ഈ കുട്ടി ഒരു ബാധ്യതയാണ് എന്ന് തോന്നുകയോ അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ ചെയ്യാനോ അവർക്കൊരു ഇരുന്ന് പോവാനോ ഒരു ഹോസ്പിറ്റലിൽ പോവാനോ ഒക്കെ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെയും നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ മക്കളെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ച് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ആ കുട്ടി ഉണ്ടായതിന്റെ പേരിൽ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ഈ കുട്ടിക്കോ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഒരു സ്ഥലം, ഒരു സൗകര്യം നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ അതിന് ഒരു ചെറിയൊരു പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നമുക്കത് അടിത്തറ ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. റമദാനിൽ നോമ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് പെരുന്നാൾ ആഘോഷത്തോടു കൂടിയാണ് നമ്മളെ സ്നേഹിത തുറന്നിട്ടുള്ളത്. അപ്പൊ ഈ വരുമ്പോഴും നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ഈ അടച്ചു പൂട്ടിയൊരു വീടിന്റെ ഉള്ളിലാണ്. ഞങ്ങളെ മക്കളെ അടച്ചു പൂട്ടി വീട്ടിലിടല്ലാം വേണ്ട ഞങ്ങൾക്ക് വേണ്ടത്. അവർക്ക് ചുറ്റുമതിലുള്ള ഒരു സ്ഥലം, അവർക്ക് അവിടെ കൃഷി ചെയ്യണം, അവർക്ക് അവിടെ കളിസ്ഥലം, അവർക്ക് വേണ്ട ഹോസ്പിറ്റല്, ക്ലിനിക്ക്, അതേപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങളോട് കൂടിയുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മളെല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മലപ്പുറം ജില്ലയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങൾ പോയിട്ട് കാണാം. ഇതാണ് നമ്മളെ സ്നേഹിതന്റെ ഓഫീസ്. പിന്നെ ഇവിടെ നമ്മളെ അനസ് ഉണ്ട്. ഇവിടെ നമ്മള് സ്റ്റോർ റൂം ആയിട്ടാണ് നമ്മളിത്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ക്ഷീണോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കിടക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. പൂവ്യം കേട്ടാ. പിന്നെ മക്കളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത് നമ്മളെ ബാനു ഫുഡ് കഴിച്ചോ? നെയ്ച്ചോറ് കിട്ടിയൊന്ന്. നെയ്ച്ചോറ് കിട്ടി ബാനുവിന്. ഇത് നമ്മളെ സെക്കിയ. ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നമ്മൾ ഡേ കെയർ ആണല്ലോ, നമ്മളെ കുട്ടികൾക്ക് നിത്യജീവിതത്തിൽ അവർ ശീലിക്കേണ്ട കാര്യങ്ങൾ, പരിശീലിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ഹിബയും വാണിയാണ് പിന്നെ ക്ലീൻ ചെയ്യണേ. അതെ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ആ സ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മളെ അടുക്കള. സ്റ്റാഫ് അടക്കം 35 ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കാനുള്ള അടുക്കളയാണ്. ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവൂലേ നമുക്ക് ഇവിടെ എത്രത്തോളം സൗകര്യം ഉണ്ട്. കുട്ടികൾക്ക് പോയി നല്ല ഭംഗിയുണ്ടല്ലോ ബേബിന്റെ ചുരിദാറ്. എല്ലാരും ഇപ്പൊ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാൾ ഞങ്ങൾക്ക് കാണിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. അവിടെ ചെറിയ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. പാട്ട് പാടാൻ പറ്റുന്ന പാട്ടൊക്കെ പാടൂലേ? ടൂറോ? അടുത്തതായിട്ട് ടൂറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെ,
നിന്നാക്കോ? ഓല് കുറെ മുമ്പ് ടൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറയാം പെരുന്നാൾ കഴിഞ്ഞ് നമുക്ക് ടൂർ പോവാന്ന് പറയും. നമുക്ക് നോക്കാം, പ്ലാൻ ചെയ്ത് നോക്കാം. സത്യത്തിൽ ഞാനത് മറന്നുകണമെങ്കിൽ ഓലത് മറന്നിട്ടില്ല. അപ്പൊ വയനാട്ടിൽ പോകേ? വയനാട്ടിക്കോ ഊട്ടിക്കോ. അപ്പൊ എന്തൊക്കെയാണ് പറയാല്ലേ ലീലത്ത? അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് ഞങ്ങളുടെ സ്നേഹിത. ഇപ്പൊ എന്തായാലും പെരുന്നാൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിരിക്കാണ്. ഞങ്ങൾക്കും വിശക്കണുണ്ട്. ചോറുന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ.